കേരളത്തിൽ എൽ.ഡി.എഫിന്റെ ഭരണം തുടരും. ബി.ജെ.പി 60-ലധികം സീറ്റുകളിൽ മുന്നേറും. കോൺഗ്രസ് ദയനീയമായി തോൽക്കുമെന്നാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും തിരുവനന്തപുരത്തെ ഡി.സി.സി പ്രസിഡന്റുമായ പാലോട് രവി തന്നെ പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ്സുകാർ തന്നെ തിരിച്ചറിയുകയാണോ ഈ പാർട്ടി ഒരു എടുക്കാച്ചരക്കായെന്ന്? പാലോട് രവി തന്നെ പറഞ്ഞിരിക്കുന്നത് എടുക്കാച്ചരക്കായി മാറുമെന്ന്. നമ്മളിത് കുറേ നാളുകൊണ്ട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. യു.ഡി.എഫിന് കോൺഗ്രസ്സിന് ഭരണം കിട്ടാതെ വരികയാണെന്നുണ്ടെങ്കിൽ ഘടകകക്ഷികളൊക്കെ പല വഴികളിലൂടെ പോകും. ഇപ്പോൾ അത് പാലോട് രവി വേറൊരു പ്രാദേശിക നേതാവുമായിട്ട് ടെലഫോണിൽ സംസാരിക്കുന്നതാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇദ്ദേഹം ഒരു കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനത്തിരിക്കുന്ന ആളല്ലേ. ഇത്രയും നാൾ ഇവരെല്ലാം തരൂരിൻ്റെ മേൽ കുതിര കയറുകയല്ലായിരുന്നോ? ഇനിയിപ്പോൾ തരൂരിനോട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇപ്പൊ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നത് ആരാണ്? പാലോട് രവിയല്ലേ. ഇത് ബി.ജെ.പിക്ക് 60 സീറ്റ് കിട്ടുമെന്നല്ലേ? 60 സീറ്റിൽ ബി.ജെ.പിയുടെ കളി നോക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏകദേശം അത്രത്തോളം സീറ്റിലേക്ക് ബി.ജെ.പി എത്തും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം, അമിത്ഷാ വന്നിട്ട് പോയപ്പോൾ പറഞ്ഞ കാര്യം, കേരളം ബി.ജെ.പി ഭരിക്കും എന്ന് പറഞ്ഞത്. മറ്റു ചിലതും കൂടി പറഞ്ഞു. അത് രാജീവ് ചന്ദ്രശേഖരനെ ഉദ്ദേശിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. പണം കൊടുത്ത് രാജ്യസഭ എം.പി ആയി, പിന്നെ കേന്ദ്ര സഹമന്ത്രിയായി എന്നുള്ളതൊക്കെ. അപ്പോൾ പണം എറിഞ്ഞ് ഇവിടെയും കളിക്കുമെന്നായിരിക്കും പറഞ്ഞു വരുന്നത്. കോൺഗ്രസിന് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തന്നെ കോൺഗ്രസിന്റെ മൂന്നാമതെത്തും. ഇത് അല്ല, അവർക്ക് കൃത്യമായി അറിയാമല്ലോ. ഒരു തിരുവനന്തപുരം പോലത്തുള്ള ഒരു ജില്ലയിലെ ഡി.സി.സി പ്രസിഡന്റ് തന്നെ പറയുകയാണ് കൃത്യമായി. അപ്പോൾ കോൺഗ്രസ് അത് ഉറപ്പിച്ചു ഒരു 3-ാം സ്ഥാനം ആയിരിക്കുമെന്നല്ല, ആണ് എന്നുള്ളതാണ്. ഈ നിലമ്പൂർ ഫലം വന്നതിന് ശേഷം പൊതുവെ കോൺഗ്രസ് ക്യാമ്പുകളിലൊക്കെ വലിയൊരു ആവേശം ഉണ്ടാക്കിയിരിക്കുകയാണ്. കാരണം ഭരണം പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ള രീതിയിൽ ബി.ജെ.പി സ്പേസ് ഉണ്ടാക്കുന്നത് അത് വേറെ കാര്യം. എന്നാലും ഇവരുടെ അണികളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആവേശം മുഴുവൻ ഇപ്പോൾ നിർവീര്യമാകുകയല്ലേ ചെയ്തിരിക്കുന്നത്. അത് നിർവീര്യമാക്കാൻ വേണ്ടി ഇറങ്ങിയതാണെന്ന് എനിക്ക് തോന്നുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ ഇത് കോൺഗ്രസ്സുകാരുടെ ഒരു പൊതു സ്വഭാവമാണല്ലോ. ഈ അതിനകത്ത് തന്നെ ഈ കുലംകുത്തികളാണ് അവിടെ ഉള്ളത് മുഴുവൻ. അതിനകത്തിരുന്നുകൊണ്ട് തന്നെ ഇല്ലത്തിന് തീയിടുക. ഇനി ഇത് നോക്കിക്കോ, ഈ ഓഡിയോ സന്ദേശം അത് ഇനി തെരഞ്ഞെടുപ്പ് വരെയും നമുക്കിത് കേൾക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ഇതൊക്കെ പലയിടങ്ങളിൽ നിന്നും ഉയർന്നു വരുമെന്നുള്ളതാണ്. ഇവരൊന്നും ഈ പാലോട് രവിക്ക് എന്തായാലും കാര്യങ്ങൾ കൃത്യമായി തിരുവനന്തപുരം മുഴുവൻ നന്നായിട്ട് അറിയാവുന്ന ആൾ തന്നെയാണ്. കോൺഗ്രസിൻ്റെ പൊതു സ്വഭാവം എല്ലാം അറിയുന്ന ആൾ തന്നെയാണ്. അപ്പോൾ ഒരു വിലയിരുത്തൽ നടത്തിയിരിക്കുന്നു എന്നുള്ളത് കൃത്യമാണ്. അത് കോൺഗ്രസിനകത്ത് ഒരു ഉയർന്ന സ്ഥാനത്തിലിരിക്കുന്ന ഒരാൾ പറയുമ്പോൾ ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യം തന്നെയാണ്. ബി.ജെ.പി ഒരു സ്പേസ് ഉണ്ടാക്കി. പക്ഷേ ഇത്രത്തോളം സീറ്റിലേക്ക് 60 സീറ്റിൽ ബി.ജെ.പി കളിക്കുന്നത് നോക്കിക്കോ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു ശക്തിയില്ലാത്തവരായി പോകും. എടുക്കാച്ചരക്കായി പോകുമെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി പിരിച്ചുവിടേണ്ട സാഹചര്യത്തിലേക്ക് എത്തും. ഘടകകക്ഷികളെല്ലാം പോകും. ഘടകകക്ഷികളെന്ന് പറഞ്ഞാൽ പ്രധാന ഘടകകക്ഷികൾ ലീഗാണ്. ലീഗ് അതോടൊപ്പം തന്നെ ഇത്തരം അവകാശവാദങ്ങൾ കുറച്ചു മുൻപ് ഉന്നയിച്ചിരുന്നത് ബി.ജെ.പി ആയിരുന്നു. ഇപ്പോഴത്തെ കോൺഗ്രസും കൂടി ആ പാതയിലേക്ക് പോവുകയാണല്ലേ. ബി.ജെ.പി പറയുന്നത് ഒരു ശരിയാണ് എന്ന രീതിയിലേക്ക് മാറുകയാണ്. അതാ ഇപ്പം ഘടകകക്ഷികളെ ഇപ്പം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് ഇത് എൽ.ഡി.എഫിലേക്കുള്ള പോക്കായിരിക്കും. അവർക്കെന്ന് പറഞ്ഞാൽ ഇനി 5 കൊല്ലം ഇനിയോടെ പ്രതിപക്ഷത്തൊന്നും ഇരിക്കാൻ അവരെ കിട്ടത്തില്ല. ലീഗ് ഏത് തരത്തിലുള്ള സഖ്യത്തിനും തയ്യാറാകും. ലീഗ് പൊതുവെ ബാർഗൈനിങ് സ്വഭാവമുള്ളവരാണെന്ന് നമ്മൾ പല ഇടങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്. ഇനിയിപ്പം എൽ.ഡി.എഫിലേക്ക് ചേക്കേറിയാലും വേണ്ടില്ല, കിട്ടുന്നത് കൊണ്ടായാലും അവർ സംതൃപ്തരായിട്ട് ചിലപ്പോൾ അവിടെ കഴിയും. പിന്നെ കുറച്ച് ഘടകകക്ഷികളുണ്ട്. ഈ ഘടകകക്ഷികൾ ചിലപ്പോൾ പിരിഞ്ഞു പോകും. ചിലപ്പോൾ അവർക്കൊക്കെ എൻ.ഡി.എയിൽ ബി.ജെ.പി നയിക്കുന്ന എൻ.ഡി.എ മുന്നണിയിൽ അവർക്ക് അർഹമായ ഒരു ഇടം കിട്ടുകയും ചെയ്യും. ഇപ്പോൾ RSP ഉണ്ട് അല്ലേ. പിന്നെ അതിനകത്തുള്ളത് കേരള കോൺഗ്രസ് ജോസഫുണ്ട്. ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്ക് 2 സീറ്റാണ് ഉള്ളത്. CMB ഫോർവേഡ് ബ്ലോക്ക്, CMB ഉണ്ട്, ഫോർവേഡ് ബ്ലോക്ക് ഉണ്ട്. ഫോർവേഡ് ബ്ലോക്കിനും CMBക്കും ഒന്നും MLA ഇല്ല. പിന്നെ RSPക്കും ഇല്ല, MLA MP മാത്രമേ ഉള്ളൂ. ആ ഒരു മേൽവിലാസത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് തന്നെ. അപ്പോൾ എന്തായാലും
ഈ ഫോൺ സംഭാഷണം വലിയ അപകടത്തിലേക്കാണ് വഴി കാട്ടുന്നത്. കാരണം ഇത് മുഴുവൻ അങ്ങ് എത്തിക്കഴിഞ്ഞില്ലേ, എത്തേണ്ടടുത്ത് മുഴുവൻ ഇത് എത്തിക്കഴിഞ്ഞു, ജനങ്ങൾ ഇതങ്ങ് ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. കോൺഗ്രസ് പാർട്ടിക്ക് സർവനാശത്തിലേക്ക് ആയിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ മേൽ എന്ത് നടപടിയെടുക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പം തരൂരിൻ്റെ മേലൊന്നും എന്തെങ്കിലും തരൂരിനെ പുറത്താക്കും, തരൂരിനെ തിരുവനന്തപുരത്തേക്ക് കയറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുരളീധരനും ഉണ്ണിത്താനും ഒക്കെ ഇനി എന്ത് ചെയ്യും? ഹൈക്കമാൻഡൊന്നും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവോ. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പുറത്താക്കേണ്ട നേതാക്കളുടെ ലിസ്റ്റ് 2ആയി, ഒന്ന് തരൂര്, ഒന്ന് പാലോട്. അതെ അതെ അതെ, ഓരോ ദിവസവും വർദ്ധിക്കുകയാണല്ലോ. കോൺഗ്രസ് പൊതുവെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. തരൂരിൻ്റെ പോക്കും ഒക്കെ കണ്ടു. ഇനിയും പാലോടിനും വേറെ ചില ലക്ഷ്യമുണ്ടോ എന്നറിയത്തില്ല. BJP-യിലേക്ക് ചുവട് മാറാനുള്ള ലക്ഷണമാണോ കാണിക്കുന്നതെന്നും അറിയത്തില്ല. ഇവർക്ക് അവസരം കിട്ടിയിട്ട് പോലും അത് മുതലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് പാലോടി രവി വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ നിലമ്പൂരിലെ ഫലം അതുപോലെ ഈ തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടും കുറച്ചു നാളുകളായി തന്നെ ഇവിടെ 3-ാം സ്ഥാനത്താണ്. ഇനി അപ്പോൾ അത് BJP 1-ാം സ്ഥാനത്തേക്ക് മാറുകയാണ്. കോർപ്പറേഷനിൽ ഒന്നുമില്ല, വളരെ ദയനീയമായി എന്നുള്ളതാണ്. ഇവരേതാണ്ട് ഒരു കാലത്ത് ഭരണത്തോട് അടുത്ത് വന്നവരാണ്. ഇവർക്ക് നിലനിർത്താൻ കഴിയുന്നില്ലല്ലോ. അപ്പോൾ കേരളത്തിൽ പോലും ഇപ്പോൾ 2 തവണയായിട്ട് പ്രതിപക്ഷത്ത് ഇരിക്കുകയാണ്. ഇനി ഒരു തവണയും കൂടി വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥിതി വളരെ മോശമാകുമെന്നറിയാം. ഇദ്ദേഹത്തിന് അടുത്ത തവണ തെരഞ്ഞെടുപ്പിൽ സീറ്റില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. ആർക്ക്? പാലോടി രവിക്ക്. അത് കിട്ടില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത്തരത്തിലൊരു സംഭാഷണം പുറത്തേക്ക് വരുന്നത് എന്നും തോന്നുന്നുണ്ട്. കാരണം സീറ്റ് കിട്ടിയില്ലെങ്കിലും തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട പദവിയാണല്ലോ. തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ അവരുടെ പാർട്ടിയിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ്. ആ ഉത്തരവാദിത്തപ്പെട്ട ഒരാളിൽ നിന്ന് ഇത്തരത്തിലൊരു സന്ദേശം പുറത്തു വരുമ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ ഉള്ള പഞ്ചായത്തും കൂടി ഇവർക്ക് പോകും എന്നുള്ളതാണ്. അപ്പം നിലമ്പൂരിലെ ഫലം കണ്ട് പിന്നെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഇദ്ദേഹം പറയും, ഞാൻ മുൻപേ പറഞ്ഞിരുന്നല്ലോ കോൺഗ്രസ് 3-ാം സ്ഥാനത്തെത്തും. എനിക്ക് ആ പ്രയോഗമാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. എടുക്കാച്ചരക്കായി മാറും. ശരിയാണ്, ആർക്കും വേണ്ടാതെ. പണ്ട് പിന്നെ EMS പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി പിരിച്ചുവിടണം. ആ അവസ്ഥയിൽ എത്തുമെന്നുള്ളത് ഉറപ്പായി തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ തുടക്കം ഇവിടെ കാണാം. എവിടെ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കാണാമെന്നും കൂടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അനുരണനമായിരിക്കും പിന്നെ നിയമസഭയിൽ ഉണ്ടാകാൻ പോകുന്നത്. 60 ഇടങ്ങളിൽ ഇവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, മുമ്പ് നമ്മൾ പല ചെയ്തിട്ടുള്ള വീഡിയോകളിൽ 20 ഇടം അവർ വിജയം ഉറപ്പാക്കിയിട്ടുള്ള മണ്ഡലമാണ്. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനത്ത്, 9 ഇടങ്ങളിൽ 2-ാം സ്ഥാനത്ത്. അപ്പോൾ 19, 20ആയി. പിന്നെ ഒരു 20 എണ്ണം എന്ന് പറയുന്നത് ഏതാണ്ട് 3-ാം സ്ഥാനത്തൊക്കെ വന്ന് നിൽക്കുന്നതാണ്. അത് ഈ പിന്നെ വലിയ വ്യത്യാസമില്ല. പിന്നെ ഒരു 20 സീറ്റ് അവരെ ഈ ക്രൈസ്തവർക്ക് വേണ്ടിയിട്ടും മറ്റ് പാർട്ടികളിൽ നിന്ന് വരുന്നവർക്കും ഒക്കെ ആയിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. എന്തായാലും ഒരു 60 എണ്ണം അവർ ശരിക്കും കൂടുതലായിട്ട് പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങളാണ് എന്നുള്ളത് കൂടിയാണ് ഈ കോൺഗ്രസിൻ്റെ ഒരു പദവി വഹിക്കുന്ന പാലോടി രവിയിൽ നിന്ന് തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും പാലോടി രവി പറഞ്ഞത് അർത്ഥവത്താകും എന്നുള്ളതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.